ഇത് ഒരു ഇല്ലത്തിൻ്റെ കീഴിലുള്ളതായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ 8 പ്രമുഖ നായർ കുടുംബങ്ങൾക്ക് ഇത് കൈമാറി. ആ സമയത്ത് അതിനു മുമ്പ് നമ്മുടെ തിരുവിതാംകൂർ തമ്പുരാന് കൈമാറിയിട്ട് തമ്പുരാൻ ഇവിടുത്തെ 8 നായർ കുടുംബങ്ങൾക്ക് കൈമാറി. കരിങ്ങാമ്പള്ളി സ്വരൂപം. അവിടെ നിന്നാണ് ആ 8 കരയോഗങ്ങളും 4 കരയോഗങ്ങളായിട്ട് മാറി, 4 വീതമായിട്ട് മാറി. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 2 കരയോഗങ്ങൾ തുടങ്ങിയ സമയത്ത് അത് കരയോഗത്തിൽ ഏൽപ്പിച്ചു. 2 കരയോഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഭരണസമിതിയാണ് ഇപ്പോൾ ദേവസ്വത്തിൽ ഭരണം നടത്തുന്നത്. ഉത്സവം വരുന്നത് 3 ദിവസങ്ങളിൽ 2 കരയോഗങ്ങളും. നാളത്തെ ഉത്സവം വലിയ വിളക്ക് ഉത്സവം തൃക്കവരം ദേവസ്വമാണ് നടത്തുന്നത്. അങ്ങനെ അതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ദേവസ്വത്തിൻ്റെ പ്രതിനിധി എന്നുള്ള എനിക്ക് സാറിൻ്റെ പേരെന്തായിരുന്നു? ഉണ്ണികൃഷ്ണൻ. ഈ ക്ഷേത്രത്തിന് ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള എന്തൊക്കെയാണ് നമ്മൾ ഈ ഉത്സവം പ്രമാണിച്ച് ചെയ്യുന്നത്? ഇവിടെ ദേവസ്വമാണ് ഇവിടെ എല്ലാ ഉത്സവവും, എല്ലാ ദിവസത്തെ പരിപാടിയും ക്ഷേത്ര ചടങ്ങുകൾ മൊത്തം ചെയ്യണത് ദേവസ്വമാണ്. പിന്നെ ദേവസ്വത്തിൻ്റെ പ്രധാന ഉത്സവം എന്ന് പറഞ്ഞാൽ നാളത്തെ വലിയ വിളക്കാണ്. ഇവിടുത്തെ മെയിൻ പൂജ വഴിപാടുകൾ അങ്ങനെ അതിനെക്കുറിച്ചിട്ട് ഇവിടെ പൂമൂടൽ, എള്ളുപറ, മഞ്ഞൾപ്പറ, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ. പിന്നെ പായസ നിവേദ്യങ്ങളും ആയില്യം പൂജ ഉണ്ടാകാറുണ്ട് എല്ലാ മാസവും. പിന്നെ ഉപദേവതാ പൂജ, സർപ്പബലി, പ്രധാനമായിട്ട് സർപ്പബലി നടത്താറുണ്ട് ഡിസംബർ മാസത്തിൽ. പിന്നെ ഭാഗവത സപ്താഹം ഉണ്ടാകും കർക്കിടക മാസത്തിൽ. ഈ പടയണിയുടെ ഈ രൂപത്തിന് എന്തെങ്കിലും വളവോ അല്ലെങ്കിൽ ഈ പ്രത്യേകതരം തടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഞങ്ങളെല്ലാം ഇത് പൂർണ്ണമായിട്ട് ഞങ്ങളിത് ആഞ്ഞിലിയിലാണ് കൊത്തിയെടുത്താണ്. ശില്പി ഇവിടെ തൊട്ടടുത്തുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം ഇവിടുത്തെ പഴയകാല ശില്പി ആ ഒരു തലമുറ കൈമാറി വന്ന ശില്പിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വേണു എന്നാണ് പേര്. വേണു. അദ്ദേഹം നമ്മുടെ അമ്പലത്തിൻ്റെ ശില്പികൾ, അമ്പലത്തിൽ തച്ചന്മാരെന്ന് പറയും, അതിൽപ്പെട്ട അവരിൽ ഒരാളാണ്. അദ്ദേഹം പ്രശസ്തനാണ്. എല്ലാ വർഷവും പടയണിക്ക് അദ്ദേഹം ഇവിടെ വരും. ഞങ്ങൾക്ക് ഈ കയറ് എടുത്തു തരുന്നത് അദ്ദേഹമാണ്. ഈ 2 കൂട്ടരിലും ഞാൻ പറയുന്നത് കേട്ടതാണ്, ഈ കയറെടുത്ത് തരുന്നതിനൊരു മഹിമയുണ്ട് എന്നുള്ളത്. അതെന്താണ്? അത് അല്ല, ഇത് പണിത് തന്നിരിക്കുന്നത് അവരുടെ പൈസ മുടക്കുന്ന ആളല്ലോ. ഇത് പണിയുന്നതിനൊരു ഇതുണ്ടല്ലോ. ആ ശില്പിയിൽ നിന്ന് വേണം നമ്മളിത് വാങ്ങിക്കാമെന്നാണ് കാരണവന്മാർ പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ 2 കൂട്ടരും അവകാശം പോലെയാണ്. 2 കൂട്ടരും ഞങ്ങളത് ഇത്രയും വർഷമായിട്ട് ഞങ്ങളത് തുടർന്നു.
കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.